ഞാൻ കാണിക്കുന്നു അല്ലെങ്കിൽ ഞാൻ കോടതിയിൽ എത്തുന്നു വക്കീൽ അറിഞ്ഞില്ല. അപ്പൊ ഇതിനിടയിൽ തൃശ്ശൂരായിരുന്നു കേസ് നടക്കുന്നത്. തൃശ്ശൂർ തൊട്ടടുത്താണ് വെസ്റ്റ് പോലീസ് സ്റ്റേഷൻ. വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കസ്റ്റഡി കേസിൽ കോടതിയിൽ ഹാജരാവാത്ത, അതായത് GOP ഗാർഡിയൻ ആൻഡ് വാർഡ്സ് പ്രകാരം ഉള്ള കേസിൽ കോടതിയിൽ ഹാജരാവാത്ത എന്നെ സ്റ്റേഷനിൽ നിന്ന് പോലീസുകാർ വിളിച്ചു ചോദിക്കുക, നീ എന്താ കേസിൽ വരാത്തതെന്ന്. അത് വിളിക്കേണ്ട ആവശ്യം അവർക്കില്ല, എതിർകക്ഷി സ്വാധീനിച്ചിരിക്കുക. അവർ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചാൽ, ഞാൻ കോടതിയിലേക്ക് എത്തും, ഞാൻ എത്തുമ്പോൾ ഞാൻ കുട്ടികളെയും കൂട്ടിയാണ് എത്തുക. ഈ കുട്ടികളെയും കൂട്ടി എത്തുമ്പോൾ നേരെ അവർ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ ഇരുത്തും. സസ്പെക്ടിനോട് 24 മണിക്കൂർ അവർക്ക് തടഞ്ഞു വെക്കാനുള്ള അധികാരം പോലീസിന് കൊടുത്തിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ. സസ്പെക്ട് ആണ്, എല്ലാം പഠിച്ചുല്ലേ? അല്ല, ഗതികേട് കൊണ്ട് പഠിച്ചതാ, അല്ലെങ്കിൽ LLB എടുക്കണം കേട്ടോ. അതെ, ഇത് മുഷ്താഖ് സാർ എന്നോട് പറഞ്ഞ കാര്യമാണ്. ഹൈക്കോടതിയിലെയോ? അതെ. അതെന്താ അദ്ദേഹം പറയാൻ കാര്യം? സാറിന്റെ ബെഞ്ച് ജഡ്ജി തന്നെ പറഞ്ഞു അത് ഇഷ്ടപ്പെട്ടായിരിക്കും അല്ലേ? OPFC 405/2020 കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് കൊറോണയ്ക്കിടയിൽ. അപ്പൊ ആ സമയത്ത് എനിക്ക് വേണ്ടി ഹാജരായ വക്കീൽ അവിടെ എന്നെ വീണ്ടും പറ്റിച്ചു. ഒരാഴ്ച കുട്ടികളെ കസ്റ്റഡി കൊടുത്തു, ഇന്റർവ്യൂ കസ്റ്റഡി ചലഞ്ച് ചെയ്തപ്പോൾ. അങ്ങനെ കൊടുത്തിട്ട് ഞാൻ അതിനെ ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ച് കിട്ടിയപ്പോൾ ഞാൻ തടഞ്ഞു. ആ വക്കീലിനെ മാറ്റി ഞാൻ കോടതിയിൽ പറഞ്ഞ് ഈ തെളിവുകളെല്ലാം കാണിച്ച് ബോധ്യപ്പെടുത്തി കോടതിയിൽ പറഞ്ഞു. അപ്പം എന്നോട് ചോദിച്ചു, എന്താ പഠിച്ചിരിക്കുന്നത് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാറേ 10ാം ക്ലാസ്സാന്ന് പറഞ്ഞു. നോണ പറയുന്ന എൻ്റെ അടുത്ത് പറഞ്ഞു മുഷ്താഖ് സാറ്. നല്ല സാറേ, സത്യമായിട്ട് എൻ്റെ മക്കളാണ് സത്യം, ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞു. ഓക്കെ, 10ാം ക്ലാസ് പാസ്സായിട്ടുണ്ട്, അതിനുശേഷം പഠിക്കാൻ പറ്റിയില്ല. പിന്നെ അടുത്ത് പറയുന്നത്, നിങ്ങൾക്ക് മേഖല നന്നായി ശോഭിക്കാൻ പറ്റുന്ന അത് സമയം പോയിട്ടില്ല.